ഹലോ ഗൈസ്, ആൽബിനാണ്. സംഭവം കുറേ നാളായില്ലേ ഇങ്ങനെ സംസാരിച്ചിട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗ്യാപ്പ് വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഈ ഡാൻസ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ്, നല്ല വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പം നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഫൈനലി ക്യു&എ. അങ്ങനെ വലിയ കാര്യമായിട്ട് സംഭവമൊന്നുമില്ല. 6 പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 6 പേരിൽ 4 പേര് എൻ്റെ കസിൻസാണ്. പിന്നെ എൻ്റെ പെങ്ങളും എൻ്റെ അളിയനാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞായർക്ക് അതിനാണ് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ, എൻ്റെ പേര് ആൽബിൻ, വീട് തൃശ്ശൂരാണ്. ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ട 6 മാസം മുന്നേ ഇട്ടതാണ്. സോറി. ആദ്യത്തെ ആള് അരുണയുടെ ചോദ്യങ്ങളാണ്. അരുണ എന്ന് പറയുന്നത് എൻ്റെ കസിനാണ്. എൻ്റെ കുറേ വീഡിയോസിൽ അവളുണ്ട്. ഡാൻസ് വീഡിയോസ് കുറേ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവളുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദി ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ്? ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയാനായിട്ട് അത്ര ഹാപ്പി മൊമെൻറ്റ്സ് ഒന്നും എനിക്ക് അങ്ങനെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ വെച്ചില്ല. പക്ഷെ ഉണ്ട്. നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, നമുക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആഗ്രഹങ്ങൾ നിറവേറുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ആ മൊമെൻറ്റ്സ് ഒക്കെ എനിക്ക് നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. ഈ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ ആൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. സിമ്പിളായിട്ട് പറയാൻ വെച്ചാൽ ആൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ മക്കൾക്ക് വേണ്ടി എന്നൊരു സംഭവം അതുകൊണ്ട് ആൾ കുറേയൊക്കെ ഇങ്ങനെ വേണ്ടാന്ന് വയ്ക്കാണ്. അപ്പം അതിലാൾക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടാകുന്നു. ഫോൺ, ഒരു ഫിംഗർ പ്രിൻ്റുള്ള ഫോൺ, നല്ലൊരു ക്യാമറ, നല്ലൊരു ചെറിയൊരു ആഗ്രഹമാണ്. പക്ഷെ അത് ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് ആളിങ്ങനെ കരഞ്ഞിട്ട് അങ്ങനെ പോയി. എനിക്ക് എന്തോ പോലെ അതൊക്കെ എനിക്ക് നല്ലൊരു മൊമെൻ്റ് ആയിട്ട് തോന്നി. വലിയൊരു കാര്യം ചെയ്ത പോലെ ഇല്ലടാ, നമുക്ക് ഒരു ചെറിയ കാര്യമാണെങ്കിലും അതെനിക്കൊരു വലിയ കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ആഗ്രഹങ്ങൾ. ഇപ്പോൾ എനിക്ക് ഡ്യൂക്ക് വണ്ടി മേടിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ മേടിച്ചു. പിന്നെ ഐഫോൺ മേടിക്കണമെന്നുണ്ടായിരുന്നു, ഐഫോണും മേടിച്ചു. ഞാനങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അത് സാധിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പി മൊമെൻറ്റ് ഉണ്ടാവും. അതൊക്കെയാണ് എൻ്റെ ഒരു ഹാപ്പി മൊമെൻറ്റ്. അവിടെ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാ എന്തായാലും നമുക്ക് നേരം വേണം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് യു വിൻ എ ലോട്ടറി ഓഫ് പ്രൈസ് 1 crore, വാട്ട് വിൽ യു ഡു? ബി ഹോണസ്റ്റ്. അത് നടക്കൂടെ? ചോദ്യമല്ലേ. 1 കോടി അടിച്ചാൽ ആദ്യം തന്നെ മിനിമോളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. കാരണം കുറച്ച് കടങ്ങളുണ്ട്, അത് നീട്ടണം. പിന്നെ ഈ വീടും പൊളിച്ച് നല്ലൊരു വീട് പണിയണമെന്നുണ്ട്. അതന്നെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വിൽ ദ കപ്പിൾ ഡാൻസ് ഗാങ് റിയൂണിയൻ? അത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഗെറ്റ് ടുഗദർ നടത്തണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ടൈം കിട്ടാൻ എല്ലാവരും ബിസി ആവുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. പിന്നെ ഒരാളിപ്പോൾ പുറത്തു പോയി, അവൾ ദുബായിലാണ് ജസ്റ്റ്. പിന്നെ ഉള്ളത് അരുണ, അച്ചു, അവർ അവിടെ ഉണ്ട്. പിന്നെ നെയ്തൽ, ലിഖിതേച്ചി, സിദ്ധാർത്ഥ്, ജെറിനാട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യം എടുത്ത ഒരാൾ. പിന്നെ അല്ല ഡാൻസ്, എല്ലാവരും കൂടി സെറ്റാക്കും. കിട്ടാൻ തന്നെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് യൂട്യൂബ്? ഇൻസ്പിറേഷൻ അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വഴിയായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആദ്യം ഞാൻ എൻ്റെ ആക്ടിങ് വീഡിയോസ് ആയിട്ട് തുടങ്ങിയിരുന്നത്. പിന്നെ അത് ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ കുറച്ച് ചെയ്തു, അത് സെറ്റായില്ല. പിന്നെ ഈ ഡാൻസ് വീഡിയോ ഇപ്പോൾ കുറച്ച് അധികം നാളായിട്ട് സെറ്റ് ചെയ്തു. അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് റീച്ച് കിട്ടി വരുന്നു. അപ്പോൾ റീച്ച് കിട്ടിയിട്ട് അങ്ങനെയെങ്കിലും ഓഡീഷൻസ് നമുക്ക് സെറ്റാവണില്ല. പിന്നെ ഇങ്ങനെ റീച്ച് കിട്ടി, എല്ലാവരും കണക്ഷൻ ബേസ് കിട്ടി, അങ്ങനെ ഞാൻ സിനിമയിൽ കയറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കും അറിയില്ല.
പക്ഷെ നടക്കും. അല്ലാണ്ട് വേറെ അങ്ങനെ യൂട്യൂബ് തുടങ്ങാനായിട്ട് അങ്ങനെ വലിയ ഇൻസ്പിറേഷനോ അങ്ങനെ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് യൂട്യൂബർ അധികം എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇല്ല. ഞാൻ യൂട്യൂബ് നോക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പാട്ട് ഇപ്പോൾ നോക്കണത് പുതിയ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വേഗം നമുക്ക് ട്രെൻഡ് പോണതിനുള്ളിൽ നമുക്ക് വീഡിയോ ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ പാട്ടുകൾ ഇറങ്ങേണ്ട നോക്കും. പിന്നെ ട്രെയിലറുകൾ, ടീസറുകൾ, ഫിലിം ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും യൂട്യൂബിൽ നോക്കാറ്. അപ്പം അതുകൊണ്ട് ഫേവറേറ്റ് യൂട്യൂബറായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല. പിന്നെ എനിക്ക് മറ്റേ ശസം ബ്രോനെ ഭയങ്കര ഇഷ്ടമാണ്, ആള് നൈസാണ്. പിന്നെ ശരിക്കും അങ്ങനെ മെയിനായിട്ട് ആരും ഇല്ല. ഇതോടുകൂടി നമ്മുടെ അരുണയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ആൾ ആരാ നോക്കാം. അടുത്തത് അജിത്താണ്. അച്ചു നമ്മുടെ അരുണയുടെ അനിയനാണ്, എൻ്റെ വേറൊരു കസിനാണ്. ഒരാദ്യത്തെ ചോദ്യം, വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് ഇൻ യുവർ ലൈഫ്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിഗ്രിക്ക് പോകാനാണെന്ന് താല്പര്യം ഫസ്റ്റ് കഴിഞ്ഞിട്ട്. പക്ഷേ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു ITI ഉണ്ട്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, മറ്റേ മെക്കാനിക് ഫീൽഡ്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം അതെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്കോപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ അങ്ങനെ പോയതാണ്. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡിഗ്രി ചെയ്യാനായിരുന്നു താല്പര്യം. പക്ഷേ ഓരോ സിറ്റുവേഷൻ അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ IT ആൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ 10+2 കഴിയുമ്പോൾ നമ്മൾ IT എന്ന് പറയുമ്പോൾ എന്താ, കമ്പ്യൂട്ടർ നമ്മളെ ആഗ്രഹം പോലെ കമ്പ്യൂട്ടർ നമുക്ക് ജോലി ചെയ്യാം. ആ ഒരു വൈബ് പിടിച്ച് പോയതാ. അവിടെ ചെന്നപ്പോഴാണ് മേശന്ന് എഞ്ചിൻ കയറ്റി വെച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇതെൻ്റെ IT അല്ല, എൻ്റെ IT ഇങ്ങനല്ല. പറഞ്ഞ കാര്യം അത് ആരെയും കുറ്റം പറയാനൊന്നുമില്ല. ഇപ്പോൾ തോന്നിപ്പോൾ പറഞ്ഞാൽ മാത്രമേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലൈനുണ്ടോ പറഞ്ഞേ, ഇല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ ഡ്രീം ഗേൾ. ലൈനില്ല, ഇപ്പം ഫോക്കസ് ഓൺ ഗോൾസ് ആണ്. ശരി, വിഷമമുണ്ട്. പിന്നെ ഡ്രീം ഗേൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ആരെങ്കിലൊക്കെ ഇനി നോക്കണമെങ്കിൽ തന്നെ ഞാൻ അവർക്ക് വിഷമമായാലോ. ഏത് അങ്ങനെയൊന്നുള്ളതാണ് എന്നാൽ ഞാൻ മതി. ഇപ്പം അങ്ങനെ. ഡു യു റിമെമ്പർ വാട്ട്സ് യുവർ ഫസ്റ്റ് വീഡിയോ ഇൻ യൂട്യൂബ്? ഫസ്റ്റ് വീഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഓർമ്മയില്ല. എന്തെങ്കിലും ആക്ടിങ് പർപ്പസ് വീഡിയോസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതവനെ വഴിയുള്ളൂ. കാരണം ഞാൻ ആദ്യം ഈ ഡബ് സ്മാഷൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞു ആക്ടിങ് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു വഴിയായിട്ട് ഈ ഡബ് സ്മാഷൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കായിരുന്നു, ഇൻസ്റ്റ ഒന്നും അങ്ങനെ സെറ്റല്ലായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിലായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേട്ടനുണ്ട്, സിജോ എന്ന പേര്. ആളാണ് പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ തുടങ്ങി, യൂട്യൂബിൽ ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കി വീഡിയോസ് ഈ ഫേസ്ബുക്കിലുള്ള വീഡിയോസ് തന്നെ യൂട്യൂബിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇട്ടത്. ആക്ടിങ് വീഡിയോസ് ആവാനേ സാധ്യതയുള്ളൂ. ഏതാണ് കറക്റ്റ് വീഡിയോ ഒന്നും അങ്ങനെ വെച്ചാലൊന്നും ഓർമ്മയില്ല. അടുത്ത ആള് നമ്മുടെ ആൻസറാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനാണ്. കുടുംബക്കാരെ മൊത്തം നീ പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാവും. അങ്ങനെയൊന്നല്ലാട്ടാ, അവർ നമ്മളെ ഉയരാണ്. വാട്ട് ഈസ് യുവർ ലൈഫ് അംബിഷൻ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫിലെ അംബിഷൻ, ഡ്രീം, ഗോൾ എല്ലാം സിനിമയാണ്. അത് നടന്നാലും നടന്നില്ലെങ്കിലും അവസാനം വരെ ട്രൈ ആക്കും. ഇതിനുള്ള ഒരു ഹാർഡ് വർക്കാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാളെ ശരിയാവുന്നില്ല, എന്തെങ്കിലും ശരിയാവുമ്പോൾ ശരിയാവട്ടെ. അപ്പം സിനിമ ആണ് നമ്മുടെ മെയിൻ അംബിഷൻ. നെക്സ്റ്റ്, ഇതിന് പേരില്ല കേട്ടോ. SRS എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളാണ്. ആരാ എനിക്കറിയില്ല. ആളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ഹാവ് പെർമിഷൻ വാട്ട് യു വിൽ ചേഞ്ച് ഇൻ യുവർ പാസ്റ്റ്? ഇത് മറ്റേ റിഗ്രറ്റ് ചോദ്യമായിട്ട് എനിക്ക് അങ്ങനെ സാമ്യം ഉള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പാസ്റ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പറഞ്ഞല്ലോ, ITക്ക് പോയത്. ITക്ക് പകരം ഡിഗ്രിക്ക് പോയേനെ. ഇനി പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പം ലൈഫ് ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാവും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് എൻ്റെ സ്വന്തം തങ്കച്ചിയാണ്. അപ്പം അന്നമ്മ എന്താ ചോദിച്ചാൽ നമുക്ക് നോക്കാം. ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണം എന്നാണ്. അതിന് ചേട്ടന് സാധിക്കട്ടെ. പ്രാർത്ഥനയും കൂടെയുണ്ട്. ഓക്കെ. നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ചേട്ടൻ ഡൗൺ ആവാറുണ്ടോ? അറിയാം ആവുമെന്ന്. പക്ഷേ എല്ലാം ചിരിച്ചുകൊണ്ട് പോസിറ്റീവായി ആണ് എടുക്കുന്നത് കാണാറുള്ളത്. എന്നാലും ഈ ചോദ്യത്തിന് ആൻസർ പറയണം. നെഗറ്റീവ് കമൻസ് വരുമ്പോൾ എന്ന് പറയണത് പറഞ്ഞില്ല, എനിക്ക് സിനിമയിൽ കയറുന്ന സംഭവമാണ്. അപ്പോൾ സിനിമയിൽ കയറുമ്പോൾ എങ്ങനെ പോയാലും ഇങ്ങനത്തെ ഓരോ നെഗറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള നെഗറ്റിവിറ്റി ഭാവിയിൽ ഉണ്ടാവും വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വഴിക്ക് ഇറങ്ങിയത്. എന്നെ അറിയുന്നവർ തമാശയ്ക്കായാലും സീരിയസ് ആയാലും അങ്ങനെ കളിയാക്കുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഹർട്ടാവും. പിന്നെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അത് ശീലമായി. 100 പേരിൽ 5 പേർക്ക് ഇഷ്ടമായില്ല വിചാരിച്ചിട്ട് 95 പേർക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അപ്പം നമ്മളത് മൈൻഡാക്കാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പറയണവർ പറയട്ടെ, എന്താ ചെയ്തോ, നമ്മുടെ വഴി കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ പേരുണ്ട് 5 പേരുള്ള പോലെ ഞാൻ വിചാരിച്ച 6 പേരുണ്ട്. അപ്പം 5 പേരിൽ 4 പേര് എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളാണ്. ആരാന്ന് എനിക്കറിയില്ല കേട്ടോ ഒരാൾക്ക്. അപ്പം അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആകെ 5 പേരാണ് ചോദിച്ചത്. 5 പേർക്കുള്ള ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് വരും. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയെന്ന് എനിക്കറിയാം. ക്ഷമി, കാണാൻ പറ്റുന്നവർ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ തന്നെ വരെ കാണാം. ബൈ ബൈ.